ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന നാഷണൽ ഫുഡ് ഓഫ് കാനഡയാണ്. നമ്മൾ കാനഡയുടെ ദേശീയ ഭക്ഷണമാണെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വാച്ച് ചെയ്യുക. ഒരു സിമ്പിൾ റെസിപ്പി ഉണ്ടോ, വലിയ പാടുള്ള ഒരു റെസിപ്പി ഒന്നുമല്ല, നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് മുഴുവൻ വീഡിയോ കാണുക. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ അത് വളരെ എൻ്റെ ചാനലിനൊരു വളരെ സപ്പോർട്ടീവാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ആദ്യം തന്നെ ഗ്രേവി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഗ്രേവി ഉണ്ടാക്കാനായിട്ടുള്ള പോട്ട് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു 25 ഗ്രാം ബട്ടറും ഒരു 25 ഗ്രാം ഫ്ലോറും നമുക്കൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെയും നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ പോകണം. നമുക്ക് ഈ പോട്ടിൽ തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതൊന്ന് ഓണാക്കാം. ഇനി നമ്മൾ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും, പിന്നെ ഡ്രൈ ആയി പോകും. പിന്നെ ഇനി നമ്മൾ ബീഫ് സ്റ്റോക്ക് ഒഴിക്കാൻ പോകണം. നമ്മളൊരു 600 ml ഇതിനകത്തേക്ക് ബീഫ് സ്റ്റോക്ക് ഒഴിച്ചിട്ട് ചിക്കൻ ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ കളറൊന്നും ആയി തുടങ്ങിയിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഇനി നമ്മൾ ബീഫ് സ്റ്റോക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നമുക്കൊരു വിസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് കട്ട പിടിക്കാതിരിക്കും, അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ ലംസ് ഉണ്ടാവും. ഇനി ഇതിനകത്തേക്ക് നമ്മളൊരു അല്പം കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരല്പം മതി, ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് കെച്ചപ്പിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഉപ്പും കുരുമുളകും കൂടി ഇടണം. അപ്പോൾ അൺസോൾട്ടഡ് ബട്ടറാണല്ലോ നമ്മൾ ഉപയോഗിച്ചത്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പും കുരുമുളകും കൂടി ഇടണം. കുറച്ച് പെപ്പർ, ഇനി നമ്മൾ കോൺഫ്ലോർ ഒഴിച്ചൊന്ന് ചിക്കൻ ചെയ്യാം കേട്ടോ. ഗ്രേവി റെഡി ആയിട്ട് കേട്ടോ. ഇനി നമ്മളതിന് സോൾട്ട് ഒന്ന് നോക്കണം. ഒരു അല്പം സോൾട്ടും കൂടി കുറവുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പൊട്ടിക്ക് സോൾട്ട് കൂടി കുറവുണ്ട്. ഇനി നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഫ്രൈസ് വറുത്തെടുക്കുകയാണ്. നല്ല ചൂടോടെ ഫ്രൈസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ കുട്ടീനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഒരു അല്പം ഉപ്പ് ആ ഫ്രൈസിൽ ചേർത്ത് കൊടുക്കണം. നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ
പുട്ടീന് വേണ്ട എല്ലാ പാട്ടുകളും റെഡി ആയിട്ട് നമ്മൾ എല്ലാം ചൂടോടെ തന്നെ നമ്മൾ സെർവ് ചെയ്യാൻ കരുതി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അത് സെർവ് ചെയ്യാനുള്ള എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പൊ ആദ്യം തന്നെ കുറച്ച് ഷാലറ്റ്സ് ഞാനൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ, നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പൊ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്. ഇനി നമ്മളത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് നമ്മൾ ആവശ്യമുള്ള ഫ്രൈസ് ഇടാം കേട്ടോ. ഇനി നമുക്ക് ഈ ചീസ് കേഡ് ഇതിന്റെ മേളിൽ ഇട്ട് കൊടുക്കാം. ചീസ് കേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കിട്ടുന്നതാണ്. ഇത് സാധാ ചീസ് അല്ല കേട്ടോ, ഇത് പുട്ടീനുള്ള ചീസ് കേഡാണ്. അപ്പൊ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഇനി ഇത് കുറച്ച് വെച്ച് നമുക്ക് ആവശ്യമുള്ളത്ര ഇതിന്റെ മേളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഗ്രേവി എപ്പോഴും ഹോട്ടായിട്ട് തന്നെ സെർവ് ചെയ്യണം കേട്ടോ, തണുത്ത് കഴിഞ്ഞാൽ ഈ ചീസ് കേഡ് മെൽറ്റ് ആവില്ല. അപ്പൊ അത് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ബീഫോ പോർക്കോ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഞാൻ അതിൽ ബേക്കണോ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ഞാൻ ഇതിന്റെ മേളിലൊന്ന് കൊടുക്കുന്നുണ്ട്. ഇനി ആ ചൂടോടെ തന്നെ നമ്മൾ ഗ്രേവി ഒഴിക്കണം ഇതിന്റെ മേളിലേക്ക്. ആഹാ, എന്താ നല്ല ചൂടൻ ഗ്രേവി നമ്മൾ ഉണ്ടാക്കിയതാണ്. ആ ചീസ് കേടൊക്കെ അങ്ങോട്ട് മെൽറ്റ് ആക്കുന്ന രീതിയിൽ അങ്ങോട്ട് ഒഴിക്കണം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ഈ ഷാലറ്റ്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് ബേക്കണും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം നമ്മുടെ ഇഷ്ടത്തിന്. ഇപ്പോൾ പോർക്ക് കഴിക്കാത്തവർക്ക് ബീഫ് അല്ലെങ്കിൽ നമ്മുടെ മഷ്റൂം നമുക്ക് സോട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ചിക്കൻ, നമ്മുടെ ബേക്കൺ, നേരത്തെ പറഞ്ഞ പോലെ ബേക്കൺ, ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ പുട്ടീൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ പുട്ടീനെ ഒന്ന് കഴിച്ചു നോക്കാം. കിട്ടു സാധനം കേട്ടോ, നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീടുകളിൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്, കാനഡയുടെ ഒരു സ്പെഷ്യൽ വിഭവമാണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ നാഷണൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാഷണൽ ഫുഡായിട്ടാണ് പുട്ടീൻ അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഇനി ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. എന്താ ടേസ്റ്റ്?